ഡോക്ടർ വാണി, ഈ നരാധമന്മാരായ വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണ്ടേ? ഇപ്പം നേരത്തെ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷി അതാണ് പറഞ്ഞത്, അല്ലേ? അവർ മക്കളെ പഠിപ്പിക്കാൻ അയക്കുന്നു, ഹോസ്റ്റലുകളിൽ അവർ ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത് എന്നൊന്നും അറിയുന്നില്ല, മക്കളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, കോട്ടയത്തെ അവസ്ഥ കണ്ടില്ലേ? അതായത് മദ്യപിക്കാൻ 800 രൂപ വെച്ച് കൊടുക്കണം. കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ പീഡനങ്ങളൊക്കെ ആ കുട്ടികൾ എന്നവിടെ ജോയിൻ ചെയ്തു അന്ന് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നവംബർ മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു ഭാഗ്യത്തിന് ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ പൈസ ചോദിക്കുന്നതെന്ന് രക്ഷിതാവ് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ തുറന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ഗതി അവർക്കും ഉണ്ടായേനെ. ഈ മാതാപിതാക്കൾ ഈ കുട്ടികളെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇനി വേണ്ട, ഇത്തരത്തിലുള്ള മക്കൾ വേണ്ട, നരാധമന്മാർ വേണ്ട എന്ന ഒരു നിലപാട് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞൊരു കോൺസെപ്റ്റൊക്കെ ഒരു ഐഡിയലിസ്റ്റിക് കോൺസെപ്റ്റാണ്. വേറെ മാതാപിതാക്കളുടെ മക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ മക്കളെ വേണ്ട എന്ന് പറഞ്ഞൂടെ, സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അത്ര കണ്ട് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല അത്. നമ്മുടെ സ്വന്തം മക്കളെ ഞാൻ സംരക്ഷിക്കില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ അവരൊരു തെറ്റ് ചെയ്ത് ഒരു ശിക്ഷ അർഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ പോലും ഇത്തരത്തിലുള്ള കുട്ടികൾ നാളെ ഇവരുടെ തന്നെ അന്തകന്മാർ. തീർച്ചയായിട്ടും സാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. അവരെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. അതിനകത്ത് മാതാപിതാക്കൾക്ക് റോൾ ഉണ്ടെന്നുള്ളതും എല്ലാം സത്യം തന്നെയാണ്. പക്ഷേ അവിടെ അവരിതുപോലൊരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് അവരുടെ കേസ് ഞാൻ വാദിക്കില്ല, അല്ലെങ്കിൽ ഞാൻ വക്കീലിനെ വെച്ച് കൊടുക്കില്ല, അത് അങ്ങനെ ഒന്നും പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. ഇതൊന്നും യുക്തിപരമായി ചിന്തിച്ചാൽ നമ്മുടെ സ്വന്തം മകൾക്കോ മകനോ ആണ് ഇതുപോലൊരവസ്ഥ വരുന്നതെങ്കിൽ പോയി അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ പോകുന്നില്ല. ഇത് മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇത്രയും ഐഡിയലിസ്റ്റിക് ആയിട്ട് പറയാം. പക്ഷേ ഇതിന് മുന്നേയൊക്കെ ഈ പറയുന്ന ഒരു ഒരു മകനോ മകളോ എത്തുന്നതിന് മുന്നേ വളരെ വലിയൊരു റോള് കുടുംബത്തിന് മക്കളുടെ വളർച്ചയിൽ നടത്താനുണ്ട്. ബ്രിങ്ങിങ് അപ്പിൻ്റെ മാത്രം പ്രശ്നം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ബ്രിങ്ങിങ് അപ്പിന് ഒരു പരിധി വരെ അതിനകത്ത് സ്വാധീനമുണ്ട്. നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അതിനകത്തൊരു നർച്ചർ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ നേച്ചർ എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ ജനിതകമായി നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന നമ്മുടെ പ്രകൃതങ്ങളാണ്. അതുപോലെ തന്നെ ഒരു നർച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുന്ന എല്ലാ എൻവയോൺമെൻറ്റും, അത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണ്, നമ്മുടെ ചുറ്റുമുള്ള ഫിസിക്കൽ ഒബ്ജക്ട്സ് ആണ്, നമ്മളുടെ സമൂഹമാണ്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണ്, സോഷ്യൽ മീഡിയയാണ്, മാധ്യമങ്ങളാണ്, സിനിമകളാണ്. ഇതിനെല്ലാം ചേർന്നിട്ടുള്ളൊരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡും വ്യക്തിത്വവും രൂപീകരിക്കുന്നതിന് സഹായകരമാകുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യില്ല. ഈ തെറ്റെന്ന് പറയുന്നത് വളരെ ഭീകരമായ തെറ്റൊന്നും ആവണം എന്നില്ല, നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് അംഗീകരിക്കാൻ പാരൻസിന് ഡിഫിക്കൽട്ടി ഉണ്ട്. ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യം വളരെ മയത്തോടു കൂടി ഒന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്താൻ പറ്റുന്ന സ്ഥലത്ത് പോലും പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ഇഫക്റ്റാണ്. പാരൻസ് എന്ത് ചിന്തിക്കുന്നോ ആ നിലയിൽ തന്നെ പലതരം പാരൻറ്റിങ് കൊണ്ട് പലതിനും പല ഇഫക്റ്റാണ് കുട്ടികളിലുണ്ടാവുന്നത്. ഈ പറയുന്ന ടോക്സിക് പാരൻറ്റിങ്ങിലൂടെ കടന്നു പോകുന്ന, അതായത് ഞാൻ വിചാരിക്കുന്ന കാര്യം മാത്രം നടത്തിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന പാരൻസിൻ്റെ മക്കളും ഈ മക്കൾ നന്നാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അവരിൽ റിബലിയസ് ആറ്റിറ്റ്യൂഡ്സാണ് ഉണ്ടാക്കുന്നത്. അവിടെയും അമ്മമാരോ അച്ഛന്മാരോ ശ്രമിക്കുന്നത് കുട്ടികളുടെ നന്മയെക്കുറിച്ചാണ്. ഇനി ഇതിനെല്ലാം ഈ പറഞ്ഞ പാരൻറ്റിങ്ങിലും ഇതിലും എല്ലാം ഉപരി നമ്മൾ ഈ നേരത്തെ കമൽ സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം നടക്കുന്നില്ല എന്ന്. ഈ നമ്മളുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ എവിടെയാണ് ഇന്ന് മൂല്യങ്ങൾ ഉള്ളത്? മനുഷ്യത്വം എവിടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ മക്കൾക്ക് മനുഷ്യത്വം കാണിച്ചു കൊടുക്കുന്നുണ്ടോ? എവിടെയാണ് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? മറ്റൊരാളുടെ വിഷമത്തിനെയും മറ്റൊരാളുടെ ബുദ്ധിമുട്ടിനെയും അംഗീകരിക്കാൻ നമ്മളുടെ സ്വന്തം വീട്ടിൽ പോലും പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നില്ല മക്കളെ.
പാരൻസ് പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറയുന്നത് കുട്ടികളെ വളരെ കോസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനകത്ത് ഇരുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങളുടെ മക്കൾ അറിയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു ധാരണകളും റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള യാതൊരു ധാരണകളും കുട്ടികൾക്ക് കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. ഇതെല്ലാം ഞാൻ എങ്ങനെ മറ്റൊരാളെ കാണുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ വേറൊരാളെ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണം, അവരുടെ പോരായ്മകൾ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റണം. ഇതൊക്കെ നമ്മളുടെ ഈ റാറ്റ് റേസിനിടയിൽ എവിടെയാണ് നടക്കുന്നത്? മാർക്ക് വാങ്ങിക്കണം, പൊങ്ങച്ചം കാണിക്കണം, എൻ്റെ കുട്ടി ഇത്രയും വലിയ സ്കൂളിൽ ഇത്രയും വലിയ ഫീസ് കൊടുത്താണ് പഠിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കണം, എൻ്റെ വീട്ടിൽ ഇത്ര വലിയ കാറുണ്ടെന്ന് കാണിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ തമാശയായിട്ട് തോന്നുമായിരിക്കും. കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ട ഒരു ക്ലയൻ്റ് ഉണ്ട്. ആ കുഞ്ഞ് 10 വയസ്സിന് താഴെ ആ കുഞ്ഞിന് പ്രായമുള്ളൂ. ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് വീട്ടിൽ ഇപ്പോൾ ഉള്ള കാറ് പൊട്ട കാറാണ്, ആ കാറ് ഞാനിനി ഉപയോഗിക്കില്ല, വേറെ കാറ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഈ കുട്ടി പറഞ്ഞ മേക്കുള്ള കാറ് പാരൻസ് വാങ്ങിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതിനവർ പറയുന്ന എക്സ്പ്ലനേഷൻ, എൻ്റെ വീട്ടിലുള്ള കാറിൽ എൻ്റെ മകൻ കയറില്ല, അതുകൊണ്ട് ഞാൻ കാറ് മാറ്റി, അവനെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കാറിലല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന്. ഇതാണ് അതിന് പറയുന്ന എക്സ്പ്ലനേഷൻ. നമുക്ക് കേൾക്കുമ്പോൾ ഇത് തമാശയായിട്ട് തോന്നും. പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് കുട്ടി ആ ലെവൽ വരെ എത്തിയത്? അതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്ത് അവൻ്റെ വാശിക്കൊത്ത്, അതായത് ഞാൻ ചിന്തിക്കുന്നത് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് എക്സ്ട്രീമിലേക്കും പോകും എന്ന് പറയുന്ന നിലയിൽ നമ്മുടെ ചിന്താരീതിയെ മാറ്റിമറിക്കുന്നതിന് പാരൻറ്റിങ്ങിന് റീസൺ ഉണ്ട്, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള റാഗിങ്ങും വയലൻസിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ അല്ലാതെ എത്രയോ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഒരുമിച്ച് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്നവർ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പണ്ട് കാലത്തും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും, അടികൂടും, ഇതെല്ലാം ചെയ്യും. പക്ഷെ വാശിയോടുകൂടി റിവെഞ്ച്ഫുള്ളായിട്ട് അടികൂടുകയും അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇന്ന ആളെ അടിച്ചു, അപ്പോൾ അവനെ ഞാൻ നാണം കെടുത്തി എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഇത് കോംപ്രമൈസ് ചെയ്യാം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാം എന്ന് വളരെ ഗൂഢാലോചന നടത്തി വേറൊരാളെ കൊണ്ട് ഈ കുട്ടിയെ തിരിച്ച് സ്വന്തം വീട്ടിൽ, ഈ പറയുന്ന എതിർകക്ഷിയുടെ വീട്ടിലെത്തിക്കുകയും ആ വീട്ടിനകത്തിട്ട് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും, നീ എനിക്ക് ഇത്ര പണം തരണം, അല്ലെങ്കിൽ നീ എന്നോട് പരസ്യമായി സോറി പറയണം, ഞാൻ വീഡിയോ എടുക്കും, നീ അന്ന് എന്നെ ഇടിച്ചതിന് നീ എന്നോട് സോറി പറയണം എന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയും അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ, ഇതിനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് റാഗിങ്ങിലേക്കൊന്നും മാത്രം കൊണ്ട് എത്തിക്കാനൊന്നും പറ്റില്ല. അല്ല, ഈ സിദ്ധാർത്ഥിൻ്റെ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. അതായത് മകൻ ഇപ്പോൾ ജയിലിലാണല്ലോ, അവിടെ സേഫ് ആണല്ലോ എന്നുള്ളത്. നമുക്ക് അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് നോക്കിയേ. ഈ പറയുന്ന സേഫ്റ്റി ഏതർത്ഥത്തിലാണ് എന്നുള്ളതാണ്. പുറത്തിറങ്ങിയാൽ ആരെങ്കിലും തല്ലും എന്നുള്ളതാണ് സേഫ്റ്റി എന്ന് കരുതുന്നു, അല്ലെങ്കിൽ സേഫ്റ്റി ഇല്ലായ്മ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജയിലിനകത്തുനിന്ന് ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ അവൻ്റെ ചിന്താരീതിയിലും ഒക്കെ എന്തുമാത്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസോട് കൂടിയാണ് അയാൾ പുറത്ത് വരാൻ പറ്റുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ജയിലിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? മനുഷ്യൻ്റെ പരിവർത്തനമൊക്കെയാണോ ശരിക്കും നമ്മുടെ ജയിലിൻ്റെ ഉദ്ദേശം? അതോ അവിടെയും നമ്മൾ തിരിച്ച് വയലൻസിനെ വയലൻസ് കൊണ്ട് തന്നെ നേരിടുക എന്നുള്ളൊരവസ്ഥയാണോ? ഇതൊക്കെ നമ്മൾ ചോദ്യങ്ങളായിട്ട് വെക്കേണ്ടുന്ന കാര്യമാണ്. ശരിക്കും ജയിലുകളിൽ ശിക്ഷ കിട്ടുന്നുണ്ടോ? ഫ്രീഡം നഷ്ടപ്പെടുന്നു, ശരിയാണ്. ടു വാട്ട് എക്സ്റ്റെൻറ്റ്, ആർക്ക്, എത്രത്തോളം? ഇതെല്ലാം അതിനകത്ത് ചോദ്യമാണ്. ശരിക്കും അവിടെ ഫ്രീഡം നഷ്ടപ്പെടുന്നോ? നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്വാധീനമുള്ളവർക്ക് മൊബൈലും ഇൻ്റർനെറ്റ് കണക്ഷനും ഉള്ള ജയിൽ സെല്ലുകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവിടെ എനിക്ക് സ്വാധീനമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ സുരക്ഷിതമാക്കും എന്നുള്ളൊരു ചിന്ത സമൂഹവും അങ്ങനെ നിനക്ക് ചിന്തിക്കാം എന്നുള്ളത് പാരൻറ്റിങ്ങിൻ്റെ സൈഡിൽ നിന്നും
മീഡിയയും നമ്മൾ ഈ പറഞ്ഞ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സിനിമകളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച്. റാഗിങ് ചിത്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വയലൻസ് ചിത്രീകരിക്കപ്പെടുന്ന ആദ്യത്തെ സിനിമയൊന്നുമല്ല ഈ പറയുന്ന മാർക്കോയോ അല്ലെങ്കിൽ ആവേശമോ ഇതൊന്നും. ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് വന്ന അമൃതം ഗമയ പോലെയുള്ള സിനിമകളിലും ഈ കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വയലൻ്റ് ആയിട്ട് ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്തും ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടായ വ്യത്യാസം എന്താണ്? ഈ അമൃതം ഗമയ പോലെയുള്ള ഒരു സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിരിക്കുന്നതിനകത്ത് വയലൻസ് ഒന്ന് കാണിക്കുന്നതിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. രണ്ട്, അതിനുശേഷം ഈ പ്രതിയായി അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി വന്ന മനുഷ്യനുണ്ടാകുന്ന കുറ്റബോധവും അതിലൂടെ അയാൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെയുമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നൊരു പരിവർത്തനവുമാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആവേശത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? എന്നെ അടിച്ചു, ഞാൻ ഗുണ്ടകളെ വെച്ച് തിരിച്ചടിക്കും. ഈ പറയുന്ന പുതുതലമുറ സിനിമകളിൽ എവിടെയെങ്കിലും ഒരു വയലൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഈ വയലൻസ് നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലീസ് ഇടപെട്ട് ഒരു നിയമം ഇടപെട്ട് ഇതിനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വിക്ടിമിനെ സംരക്ഷിക്കാം, ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്നുള്ളൊരു മെസ്സേജ് എവിടെങ്കിലും കൊടുക്കുന്നുണ്ടോ? നിന്നെ ഒരാൾ തല്ലി, നീ തിരിച്ചു തല്ലുക, നിന്നെ തല്ലിയവനെ നീ വെട്ടുക, ഇതാണ് ഇവിടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടാവുന്ന റേജ് എന്ന് പറയുന്ന സാധനം എന്താണ്? ആ റേജാണ് മനുഷ്യർ ഇന്ന് കാണിക്കുന്നത്.